ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മേഴ്സിസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പുതിയ വീഡിയോയിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ചേലക്കര ദേവദാസൻ ആൻ്റണി തച്ചുപറമ്പിലച്ഛൻ്റെ ശ്രാദ്ധ ഊട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചേലക്കരയിലേക്ക് പോവുകയുണ്ടായി. പോകുന്ന വഴിക്ക് പൂമല ഡാം കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പൂമല ഡാം കാണാൻ വേണ്ടി ഞങ്ങൾ പോകുമ്പോഴാണ് പൂമല പള്ളി കാണാനിടയായത്. അങ്ങനെ പൂമല പള്ളിയിൽ കയറി ഞങ്ങൾ പ്രാർത്ഥിച്ചു. പൂമല പള്ളി കാണാനിട വന്നു. അങ്ങനെ അപ്പോൾ ആ പള്ളിയിലത്തെ കാഴ്ച കണ്ടിട്ട് ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയി. അത്ര മനോഹരമായിട്ടാണ് ആ പള്ളി അവിടെ പണിതിരിക്കുന്നത്. ഈ മലയുടെ മുകളിൽ ഇത്ര മനോഹരമായൊരു പള്ളി പണികളത്തെ കഷ്ടപ്പാടുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഈ മലയുടെ മുകളിലേക്ക് ഈ കണ്ട സാധനങ്ങൾ മുഴുവനും കൊണ്ടുവന്ന് ഇത്രയും നന്നായിട്ടൊരു പള്ളി പണിയാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? എത്ര മനോഹരമായിട്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞിക്കാൻ പറ്റില്ല. അത്ര മനോഹരമായിട്ടാണ് ആ പള്ളി പണിതിരിക്കുന്നത്. നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പോയിട്ട് പൂമല പള്ളി ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങൾ ശരിയാണോന്ന് നിങ്ങൾക്കറിയാം. അത്രയ്ക്കും വർണ്ണിക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രയ്ക്കും മനോഹരമായിട്ട് അവർ ആ പള്ളി പണിതിട്ടുണ്ട്. വാച്ചോളട്ടെ. അപ്പോൾ അച്ഛനും പൂമലയിലത്തെ അച്ഛനും നമ്മുടെ പള്ളിയിലത്തെ അച്ഛനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണത്. പള്ളിയെ കുറിച്ചിട്ട് ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പൂമല ഡാമിലേക്കാണ് പോയത്. പൂമല ഡാമിൽ അവിടെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുകയാണ്. അത് കാരണം അവിടെ ഗാർഡനൊന്നും ശരിയായിട്ടില്ല. അതൊക്കെ അവർ നന്നായിട്ട് പണിയാൻ വേണ്ടിയിട്ടൊക്കെ ഇളക്കി മറിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ്. അത് കാരണം അവിടെ ഒന്നും കാണാനില്ല നമുക്ക്. പിന്നെ ഞങ്ങൾ ഈ ഡാം കാണാൻ വേണ്ടിയിട്ട് കുറേ അങ്ങോട്ട് നടന്നു പോയി. അപ്പോൾ നടന്നു പോയപ്പോൾ എടുത്ത കുറച്ച് കാഴ്ചകളാണത്. നമ്മൾ ചേലക്കര ആൻ്റണി തച്ചുപറമ്പിലച്ഛൻ്റെ ശ്രാദ്ധൂട്ടിന് വേണ്ടി പോയി. നമ്മൾ അവിടെ വിശുദ്ധ കുർബാനയൊക്കെ കണ്ടു കഴിഞ്ഞ് ഊട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ പള്ളിയകത്ത് കയറിയിരിക്കുകയാണ്. പള്ളിയകത്ത് കയറി പ്രാർത്ഥിക്കുന്നു. പിന്നെ ആൻ്റണി തച്ചുപറമ്പിലച്ഛൻ്റെ കബറിടാണ് കാണുന്നത്. അവിടെ വന്ന് ഒത്തിരി ആളുകൾ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി പോകുന്നുണ്ട്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കാണാൻ പോയത് കൂത്താമ്പള്ളി കൈത്തറി സ്ഥലത്തേക്കാണ്. കൂത്താമ്പള്ളിയിലേക്കാണ് പോയത്. അവിടെ കൂത്താമ്പള്ളി സെറ്റ് സാരികൾ,
കൈത്തറി സാധനങ്ങൾക്കൊക്കെ പ്രശസ്തി ആർജിച്ച സ്ഥലമാണ് കൂത്താമ്പള്ളി. അപ്പോൾ അവിടേക്കാണ് പിന്നെ എല്ലാവരും കൂടി പോയി. അവിടെ പോയി കുറേ ഡ്രസ്സുകളൊക്കെ എടുത്ത് എല്ലാവരും. പിന്നീട് പോയത് നെയ്ത്തുശാലയിലേക്കാണ്. സാരികളൊക്കെ വർക്ക് ചെയ്യുന്ന നെയ്ത്തുശാലയിലേക്കാണ് നമ്മൾ പോയത്. സെറ്റുമുണ്ട് ഒക്കെ ഫേമസ് ആണല്ലോ, കൂത്താമ്പള്ളി സെറ്റുമുണ്ട് സാരികളൊക്കെ, സാരികൾക്കൊക്കെ ഫേമസ് ഉള്ള സ്ഥലമല്ലോ. അപ്പോൾ അവിടേക്കാണ്. അപ്പോൾ അവർ എങ്ങനെയാണ് അത് നെയ്യണതെന്ന്, സാരികളും സെറ്റുമുണ്ടുകളൊക്കെ നെയ്യണത് എങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചു തരുന്ന കാഴ്ചയാണ് കേട്ടോ. അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് വിരോധമില്ലാന്ന് പറഞ്ഞപ്പോൾ കുറേ പേരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ പോയത് അവിടെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് 2 പുഴകളുടെ സംഗമസ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാനായിട്ടാണ് പിന്നെ നമ്മൾ പോയത്. ഇത് അവിടെ നമ്മുടെ നാളികേരത്തിൻ്റെ തൊണ്ടുകൊണ്ട്, ചകിരി കൊണ്ട് തോട്ടത്തിന് ഭംഗിയാക്കിയേക്കുന്നതാണ്. ചെടികളൊക്കെ നട്ടിട്ട് അതിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ചകിരികളുടെ തൊണ്ട് കൊണ്ടാണ്, ചകിരി തൊണ്ട് കൊണ്ടാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. കൈ തട്ടിയത് വീണ് കഴിഞ്ഞല്ലേ പണി പോയി. നീന്താൻ പറ്റുള്ളവരുണ്ടാ? ഞാൻ നീന്തും, എനിക്ക് അറിയാം. നമുക്ക് ഇങ്ങനെ വെള്ളത്തിന് ടെൻഷൻ അടിക്കും, വ്യത്യാസമുണ്ട്, നീന്തുന്നത് വ്യത്യാസം ഉണ്ടാവും. ഓ, അങ്ങനെ ഇറങ്ങിയിട്ട് നല്ലതായിരുന്നല്ലോ, അവിടെ ഇത്രയും പോയിരിക്കായിരുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അടിയത്തെ സ്റ്റെപ്പാന്ന് ഇത്തിരി വലുത് തോന്നണല്ലേ. ചിലത് വളരെ വീതി കുറവാകും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.